യോഹന്നാൻ 3 അധ്യായം ആരംഭിക്കുന്നത് ബഹുമാന്യനായ ഒരു ജൂത നേതാവായ നിക്കോദേമസ് എന്ന പരീശൻ രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വരുന്നതോടെയാണ്. യേശു ചെയ്യുന്ന അദ്ഭുതങ്ങൾ നിമിത്തം യേശു ദൈവത്തിൽ നിന്നുള്ളവനായിരിക്കണമെന്ന് അവൻ സമ്മതിക്കുന്നു. വീണ്ടും ജനിക്കാതെ ആർക്കും ദൈവരാജ്യം കാണാൻ കഴിയില്ലെന്ന് യേശു നിക്കോദേമസിനോട് പറയുന്നു. യേശു ശാരീരിക ജനനം എന്നാണ് അർത്ഥമാക്കുന്നതെന്ന് കരുതി നിക്കോദേമസ് ആശയക്കുഴപ്പത്തിലാണ്. എന്നാൽ താൻ ഒരു ആത്മീയ ജനനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് യേശു വിശദീകരിക്കുന്നു. വെള്ളത്തിൽ നിന്നും ആത്മാവിൽ നിന്നും ജനിക്കുക. യേശു പരിശുദ്ധാത്മാവിനെ കാറ്റിനോട് താരതമ്യം ചെയ്യുന്നു. അദൃശ്യവും എന്നാൽ ശക്തവുമാണ്. മോശ മരുഭൂമിയിൽ ഒരു വെങ്കല സർപ്പത്തെ ഉയർത്തിയ ഒരു പഴയനിയമ കഥയും അദ്ദേഹം പരാമർശിക്കുന്നു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തണം. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവൻ തന്റെ ഏകജാതനെ നൽകി. ലോകത്തെ വിധിക്കാനല്ല, രക്ഷിക്കാനാണ് താൻ വന്നതെന്ന് യേശു വിശദീകരിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്ന ആളുകൾ ശിക്ഷിക്കപ്പെടുന്നില്ല, എന്നാൽ അവനെ നിരസിക്കുന്നവർ ഇതിനകം തന്നെ ന്യായവിധിയിലാണ്. കാരണം അവർ വിശ്വസിക്കുന്നില്ല. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് നിത്യജീവൻ ലഭിക്കുന്നത്. എന്നാൽ അവനെ നിരസിക്കുന്നത് ദൈവത്തിന്റെ ന്യായവിധിയിലേക്ക് നയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അധ്യായം അവസാനിക്കുന്നത്.